മഴതോരും മുമ്പിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബിതയുടെ പിന്നാലെ പോയി ഹരിശങ്കറിന് പറ്റുന്ന പോലെയൊക്കെ അവരുടെ എല്ലാ ഭാഗങ്ങളും വീഡിയോ എടുക്കുന്നുണ്ട്. റൂമിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും റൂമിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം വീഡിയോ എടുത്ത് ബബിതനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് തീരുമാനം. അതിനിടയ്ക്ക് അലീന വൈജയന്തിയെ നോക്കാൻ വീണ്ടും ചെല്ലുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് നാണമില്ലാതെ. പക്ഷേ വൈജയന്തി വീണ്ടും ആട്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മക്കളാരും അവസാന കാലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീ വേണ്ട, നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു വരാം, ഞങ്ങളുടെ ജീവിതം പഴയതുപോലെ ആവും എന്നൊക്കെ പറയും. അതൊക്കെ തോന്നലുണ്ടെന്ന് അലീന പറയുന്നുണ്ട്. എന്തെന്നെ ആയാലും നീ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നാട്ടി ഓടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബബിത ഒന്നറിയാത്ത പോലെയൊക്കെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് അമലിന് ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹരി റൂമിലേക്ക് കയറി വരും. എന്താ ഹരിയേട്ടാന്ന് ചോദിക്കും. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വാതിലടയ്ക്കും. എന്തിനാ വാതിലൊക്കെ ക്ലോസ് ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ മറ്റാരും കാണണ്ട, മോശക്കേടുണ്ടെന്ന് പറയും. എന്നിട്ട് മൊബൈൽ എടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കണ്. അതായത് ആദ്യം ആ വീട് കാണിച്ചു കൊടുക്കും, പിന്നെ അമ്മലിൻ്റെ ബൈക്ക് കാണിച്ചു കൊടുക്കും. വീടൊന്നും അറിയില്ല എന്ന് പറയും, ബൈക്കും അറിയില്ല എന്ന് പറയും. പക്ഷേ പിന്നീട് റൂമിൽ കയറുന്നതും പിന്നെ റൂമിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഹരിശങ്കറിൻ്റെ മൊബൈലുണ്ടെന്ന് കണ്ടോടുകൂടി ബബിത ഭയങ്കരമായിട്ട് തളർന്നു പോകണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഹരിയേട്ടൻ്റെ കാല് പിടിക്കിന്. ഹരിയേട്ട എൻ്റെ ജീവിതം നശിപ്പിക്കരുത്, ആരോടും പറയരുത്. ഇല്ലടി, ഞാനിത് അച്ഛനും ചെറിയച്ഛനും നിൻ്റെ അച്ഛനൊക്കെ കാണിച്ചു കൊടുക്കാൻ പോകുന്നു പറയും. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് കാല് പിടിക്കും. പകരം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും. ശരി, നീ എന്ത് ചെയ്യുന്നു ചോദിക്കും. എൻ്റെ കയ്യിലുള്ള ഗോൾഡും പണവും ഒക്കെ തരാമെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഹരിശങ്കറിന് വേണം, പക്ഷെ അതൊന്നും പോരാ. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ, നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മുറിയിലേക്ക് ഒന്ന് വായോ എന്ന് പറയും. ബബിതയ്ക്ക് മനസ്സിലായി കുടുങ്ങിക്കഴിഞ്ഞ് ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാവണ്. അങ്ങനെ ബബിത ഹരിശങ്കറിൻ്റെ റൂമിലേക്ക് പോകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ. പിന്നീട് നമ്മുടെ രേവതിക്കുട്ടിയെ അച്ഛനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അവർ ആദ്യം വീണ്ടും രമേശൻ നായർ വിളിക്കും. രമേശൻ നായരോട് ഇത്തിരി ചൂടായി സംസാരിച്ചെങ്കിലും കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കും. കിടക്കയിലല്ലേ, എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. പിന്നെ പ്രമോണ് കാണിക്കുന്നത്, പ്രമോയിൽ രാജീവൻ ശിവേണ്ണനോട് പറയുന്നുണ്ട്, വൈജയന്തി എത്രയും പെട്ടെന്ന് നമ്മുടെ തലയിൽ നിന്ന് ഇറക്കി വിടണം, അതാണ് നല്ലതെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശിവൻ സമ്മതിക്കും. അപ്പോൾ കമലയ്ക്കും അത് സന്തോഷമാവും. രോഹിത്താണെങ്കിൽ അത് കേട്ടുകൊണ്ട് വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ മാമച്ചായനും ഗ്രേസ്വാമിയും രേവതിക്കുട്ടിയൊക്കെ അച്ഛനെ കാണാൻ പോകുന്നതാണ്. രേവതിക്കുട്ടിയുടെ മുഖത്ത് നല്ല സന്തോഷമൊക്കെ ഉണ്ട്. അച്ഛനാണെങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നീ ഇവിടേക്ക് വന്നപ്പോൾ ചെറിയൊരു പെൺകുട്ടിയായിരുന്നു, ഇപ്പോൾ നീ വലിയ പെണ്ണായി എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടിനെ കളിയാക്കുന്ന ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഹരിശങ്കറിൻ്റെ വാതിൽമ മുട്ടണ് ബബിത വന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. അതിനുശേഷം കട്ടിൽമ വന്നിരുന്ന് നമ്മുടെ ബബിത ഹരിശങ്കറിൻ്റെ മുന്നിൽ നിന്ന് കരയിന്. ഇനിയൊരു രക്ഷയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഹരിശങ്കറിൻ്റെ ഇഷ്ടത്തിന് മനസ്സോടെ വഴങ്ങി കൊടുക്കാൻ നിൽക്കുന്ന ബബിതയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.